RSSും കേരളത്തിലെ BJP നേതൃത്വവുമായി കഴിഞ്ഞ കുറെ കാലമായി തന്നെ ഇവർക്ക് ബന്ധമുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിലാണ് BJPയുടെ വോട്ട് CPMന് ലഭിച്ചത്. അപ്പോൾ ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. അത് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം M സ്വരാജൻ ആരെങ്കിലും വോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടിയുള്ള ഒരു നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് BJP CPMന് വോട്ട് ചെയ്ത് തുടർഭരണത്തിനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ആ പരസ്പര സഹായം മുന്നോട്ട് പോവുകയാണ്. ആദ്യം BJP കേരളത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ സ്ഥാനാർത്ഥിയെ എവിടുന്നോ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി. ആ തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും അവർ സജീവമല്ലായിരുന്നു. അപ്പോൾ ആ BJPയുടെ വോട്ട് കൂടി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. കുറെ കാലമായി തന്നെ BJPയും CPMും തമ്മിലുള്ള അന്തർധാര ഇവിടെ നിലനിൽക്കുന്നു. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ കൂട്ടുകെട്ടതല്ല. അതിനുശേഷവും കേരളത്തിൽ ഈ കൂട്ടുകെട്ട് തുടരുകയാണ്. ഇത് ജനാധിപത്യ മതേതര വിശ്വാസികൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇപ്പോഴിത് പറയേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ അദ്ദേഹം ഇത് പറയേണ്ട കാര്യം എന്താണ്? 78ലെ കാര്യം ഇപ്പോൾ പറയേണ്ട കാര്യം എന്താണ്? അത് CPMും BJPയും തമ്മിലുള്ള അന്തർധാര കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ നടക്കുന്നതാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. 69 അതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ പുറത്തുവിട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ ഡീറ്റെയിൽസ് തരാം. തീർച്ചയായിട്ടും കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുള്ളതാണ്. കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ ലക്ഷ്യം. അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കേരളത്തിൽ CPMനെ സഹായിക്കുക എന്നുള്ളത് BJPയുടെ ഒരു നയമാണ്. ആ നയമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും അത് ഉണ്ടാകുമോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട്. ഏതായാലും MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റോടുകൂടി ആ സംശയം ആളുകൾക്ക് മാറും. നിലമ്പൂരിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ ഈ സർക്കാരിനെതിരായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നിലമ്പൂരിലെ ജനങ്ങൾ ഈ സർക്കാരിനെ ശരിക്ക് വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ.